ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമോട്ടേഴ്സ് കാവന്നൂർ. അപ്പൊ നമ്മളിന്ന് നോക്കുന്ന ഡിസ്ക് കിറ്റാണ്. നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡിന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങിക്കേണ്ട ഡിസ്ക് കിറ്റാണ്. അപ്പൊ നമ്മൾ ഇതില് വിത്തൗട്ട് ഹബ്ബാണ് വരുന്നത് കേട്ടോ. അത് അപ്പൊ ഇതിൽ ഹബ്ബൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡിസ്ക് കിറ്റിൽ ഏതൊക്കെ വരുന്നത് കാണിച്ചാൽ 6660 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പൊ നിങ്ങളെ കൈവശം ഏതെങ്കിലും ഫ്രണ്ട് ഡിസ്ക് വണ്ടിന്റെ വീൽ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡിസ്ക് വണ്ടിന്റെ വീൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇപ്പൊ എക്സ്ട്രാ എന്തൊക്കെ വാങ്ങിക്കേണ്ടി വരുന്ന ഫോർക്കിന്റെ ലെഗ് മാറ്റി തന്നെ ഡിസ്ക് മാറ്റണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഹബ്ബ് അസംബ്ലി വിത്ത് ഹബ്ബ് അസംബ്ലി നിങ്ങൾക്ക് പിന്നെ ഡിസ്ക് ഇതിന്റെ ഹബ്ബിന്റെ സ്പോക്സ് അസംബ്ലി വരുന്ന സമയത്ത് 10,160 രൂപ വില വരുന്നുണ്ട്. അപ്പൊ ഇത് 6,660 രൂപയാണ് ഇതിൽ വരുന്നത്. അപ്പം അത്രയും മാറ്റം. അത് 8,500 രൂപ ആയിരുന്നു പഴയ വില വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും 8,500 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന് 10,160 രൂപ വരും. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുകയാണ്, നിങ്ങളെ വീൽ സെറ്റ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ ഡിസ്ക് മാറ്റണം, വീൽ സെറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക. ഇതിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് എന്തൊക്കെയുള്ള കാണിച്ചു തരാം. ഇതൊന്ന് ഓൾഡ് മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് ഡിസ്ക് ഒന്ന് ഫിറ്റ് ചെയ്തതാണ്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സേഫ്റ്റിയാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രേക്കിന്റെ കാര്യങ്ങൾ, ABSന്റെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം നമ്മുടെ ലൈഫ് ജീവനും കൊണ്ട് പോകുന്ന വാഹനമാണ്. നമ്മളെ ജീവൻ എന്നുള്ള കുടുംബത്തിന്റെ പിന്നെ പ്രതീക്ഷകളും എല്ലാം നമ്മളിലാണ്. അപ്പം നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ബ്രേക്കിങ്ങിന്റെ കാര്യങ്ങൾ ഒരിക്കലും ഒരു ഡിസ്ക് ബ്രേക്ക് ആക്കണം എന്ന് കരുതിയിട്ട് ഓൾഡ് മാർക്കറ്റിൽ പോയിട്ട് റോട്ടർ ബെൻഡുള്ള, ഞാൻ പറഞ്ഞുതരാം, ഓൾഡ് മാർക്കറ്റിൽ റോട്ടർ ബെൻഡുള്ള ഡിസ്കിറ്റ് ഒന്നും വാങ്ങിച്ചു വെക്കരുത്. ഇതാണ് വരുന്നത് കാലിപ്പർ, സിലിണ്ടർ, ട്യൂബ് അസംബിളി ആയിട്ട് ഫസ്റ്റ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ബോൾട്ട് കിറ്റ് ആണ് കേട്ടോ. കംപ്ലീറ്റ് കാലിപ്പറിന്റെ ഒക്കെ റോട്ടറിന്റെ ഒക്കെ ബോൾട്ട് കിറ്റ്. ഇതിൽ തന്നെ ക്ലാമ്പ് വരുന്നുണ്ട്, ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ റോയൽ എൻഫീൽഡ് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് ഇത് വീൽ സെറ്റ് ചെയ്യാതെ, അതായത് നമുക്ക് വീലിന്റെ ഫോർക്കിന്റെ ബോട്ടം ട്യൂബ് മാറ്റാതെ സെറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു രീതിയിലാണ് റോയൽ എൻഫീൽഡ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതിനായിട്ട് കൊടുക്കുന്ന ക്ലാമ്പാണിത്. ഈ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നത് ഫോർക്കിന്റെ ട്യൂബ് മാറ്റാതെ, അതായത് ചില ആളുകൾ ആക്സിലൊക്കെ ഇട്ടിട്ട് ഫോർക്കിന്റെ ട്യൂബ് മാറ്റിയിട്ട് വലിയൊരു എക്സ്പെൻസ് ആവുമെന്ന് കരുതിയിട്ട് ഡിസ്ക് മാറ്റാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാമ്പ് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന്റെ മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഈ ഒരു ക്ലാമ്പ് വിറ്റിട്ട് ഇതിന്റെ മുകളിൽ ഡിസ്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് അലൈൻമെന്റ് നോക്കി ചെയ്യണം എന്നുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ പക്കാണ്. അപ്പൊ നമുക്ക് വലിയ ചെലവ്, ആ ഫോർക്ക് ട്യൂബ് മാറ്റിയിട്ടുള്ള വലിയൊരു ചെലവിന്റെ ആവശ്യമില്ല. അതിനാണ് റോയൽ എൻഫീൽഡ് കമ്പനി തന്നെ ഈ ഒരു ക്ലാമ്പ് ഇതിലേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഫ്ലവർ ആണ്. ഇത് നമുക്ക് ചിലപ്പോൾ ABS ടൈപ്പുകളെ വരുന്ന പുതിയ മോഡൽ വരുന്ന ഹബിനൊന്നും ഇപ്പോൾ ഫ്ലവർ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് പിന്നെ വീൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, അതില്ലാത്തതിനാണ് ഇത് വേണം. എൻ്റെ റോട്ടർ ഫിറ്റിങ്സ് ആണ് അത് കേട്ടോ. അപ്പൊ ഇതാണ് ഡിസ്ക് റോട്ടർ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, 4.2 mm തിക്നെസ് വരുന്ന ഒരു റോട്ടറാണിത്. ഇതിന്റെ തിക്നെസ് ആണ് 4.2 mm എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കോയമ്പത്തൂർ ഒരുപാട് വില കുറഞ്ഞിട്ടുള്ള റോട്ടർ കിട്ടാണ്ട്, അതായത് 600 രൂപ, 700 രൂപ, 800 രൂപ ഒക്കെ റോട്ടർ കിട്ടാണ്ട്. ഇത് 2000 സംതിങ് ആണ് ഒറിജിനൽ വരുന്നത്. അപ്പൊ ഈ റോട്ടർ നല്ലോണം ശ്രദ്ധിക്കുക. ഈ റോട്ടറാണ് ഇതിന്റെ മർമ്മപ്രധാനമായ സംഗതി. അതായത് ഈ റോട്ടറാണ് നമ്മൾ വണ്ടി പിടിച്ചു നിർത്തേണ്ടത്. ഈ റോട്ടർ ബെൻഡ് ഉണ്ടെങ്കിൽ, ആ ചെറിയൊരു ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി പിടിക്കുന്ന സമയത്ത് വണ്ടി ഇട്ടടിക്കും. അപ്പൊ നമുക്ക് ബ്രേക്ക് കിട്ടിയെന്ന് മാത്രമല്ല, വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വണ്ടി ഇട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൾഡ് മാർക്കറ്റിൽ പോയിട്ട് എന്തോ ട്വിസ്റ്റ് ആയിട്ടുള്ളതോ, അതല്ലെങ്കിൽ നിങ്ങൾ വില കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ, അതല്ല ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ആയിട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഡിസ്ക് കിറ്റ്, അതായത് ബ്രേക്കിങ്ങിന്റെ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായമായിട്ട്. വേറെ ഒന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഒറിജിനൽ വാങ്ങിച്ചിടുക. കാരണം ചെറിയൊരു വില മാറ്റങ്ങൾ വരുള്ളൂ. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. റോട്ടറിന്റെ കാര്യം, റോട്ടറിന് 2000 സംതിങ് വില വരുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ വില മാറ്റം വന്നിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക് കേട്ടോ. കാരണം അതിന് മൊത്തത്തിലെ വില കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെയാണ് ഫിറ്റിങ് വരിക. എന്താ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിഷയം കഴിഞ്ഞു.
കാലിപ്പർ. ഇതാണ് 6000. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഡിസ്കിന്റെ വീൽ എവിടെന്നെങ്കിലും ഓൾഡ് മാർക്കറ്റിൽ ഡിസ്കിന്റെ വീൽ സെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിടാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിച്ചെങ്കിൽ 9000 സംതിങ് മാത്രമേ വരുള്ളൂ. സെപ്പറേറ്റിന് ഉദ്ദേശിച്ചത് പിന്നെ ഇത് അസംബ്ലി ആകുമ്പോൾ 10,160 വരുന്നുണ്ട്. അതല്ല വീലിന്റെ ഹബ്ബ് 2200 രൂപ, അതേമാതിരി 475 രൂപ സ്പോക്സും മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 സംതിങ്ങിന് ഈ ഒരു കംപ്ലയിൻസ് തീർക്കാൻ പറ്റും കേട്ടോ. 9 സംതിങ്ങിന് നിങ്ങൾക്ക് വീൽ സെറ്റ് ഇല്ല എങ്കിൽ ഡിസ്കിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല വീൽ സെറ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ വീൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6660 രൂപ. അപ്പം വേറെ ഒന്നും നിങ്ങൾ ഫോർക്കിന്റെ ട്യൂബോ കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ടതില്ല. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടുക, അതിന്റെ നിർദ്ദേശങ്ങൾ തരുന്നതാണ്. ഏത് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.